അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മളൊക്കെ വലിയ തിരക്കിലായിരിക്കും അല്ലേ? പെരുന്നാളാണല്ലോ, ഡ്രസ്സ് വാങ്ങണം, വീട്ടിൽ ഒരുപാട് നല്ല നല്ല ഫുഡുകൾ വെക്കണം, ഒരുപാട് സാധനങ്ങൾ വാങ്ങണം. ഓട്ടത്തിലാണ് നമ്മളൊക്കെ അല്ലേ? എന്തൊരു സന്തോഷമല്ലേ നമ്മുടെയൊക്കെ ലൈഫ്. ഒരു നേരം, ഒരു നിമിഷം മനസ്സുകൊണ്ട് രണ്ട് കണ്ണും അടിച്ചു പിടിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ വീഡിയോയിൽ കാണുന്ന ഈ വിഷ്വലുകളൊക്കെ ഒന്ന് കണ്ടു നോക്കി. നമ്മുടെയൊക്കെ ജീവിതം എന്തൊരു സന്തോഷത്തോടെയുള്ള ജീവിതമാണ്, എന്തൊരു സമാധാനത്തോടെ ജീവിതം അല്ലേ? ശരിക്ക് ഫലസ്തീനികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ഹാജിമാരൊക്കെ അറഫയിൽ സംഗമിക്കുന്ന മനോഹരമായ ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം. മനസ്സറിഞ്ഞിട്ട് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ ദ്വാരിക്കണം. നമ്മളൊക്കെ ജീവിതം, നമ്മളൊക്കെ ലൈഫ് എന്തൊരു റാഹത്തുള്ള ലൈഫാണ്. നമ്മളൊക്കെ എന്തൊരു സന്തോഷത്തോടെ ജീവിക്കണത്. പക്ഷെ ആ ഫലസ്തീനികളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നിങ്ങൾ. വല്ലാത്തൊരവസ്ഥയിലേ. അവിടുത്തെ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തളികയുമായിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് ഒരുപാട് നേരം നിന്ന് തളർന്നു പോകുന്നുണ്ട്. അവസാനം വരി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഭക്ഷണച്ചെമ്പിൻ്റെ മുന്നിലെത്തുന്ന വല്ലാത്തൊരു നിമിഷമുണ്ട്. ഇത് കഴിക്കാൻ കുറച്ചെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ, ആഗ്രഹത്തോടെ ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് മുന്നിലെത്തുമ്പോൾ, തളികയുമായി മുന്നിലെത്തുമ്പോൾ ചെമ്പക്ക് നോക്കുമ്പോൾ ചെമ്പ് കാലിയാണ്, ഭക്ഷണമില്ല, ഭക്ഷണം തീർന്നു. എന്ത് ചെയ്യും? ഈ അടുത്ത് കുറേ വീഡിയോ കണ്ടിന്. ഫലസ്തീനിലെ കുട്ടികൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടീന്. വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കുക. എന്തൊരവസ്ഥ! ഈ ഒരവസ്ഥ നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? വിശപ്പ് കൊണ്ട് വല്ലാത്ത വിശപ്പുണ്ട്, കഴിക്കാനൊന്നുമില്ല. ഞങ്ങളെ നാടില്ല, ഞങ്ങളെ വീടില്ല, എല്ലാം തകർത്ത്. എന്തൊരവസ്ഥയല്ലേ! നമ്മളൊക്കെ എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാ. ഈ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. ഈ പെരുന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, ഫലസ്തീനിൽ ഖാലിദ് നബ്ഹാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വീഡിയോസാണ്. ആ ഒരു പണ്ഡിതന് കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട്. പക്ഷേ ഫലസ്തീനിലെ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ പല രാജ്യങ്ങളും കൊടുക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഒരുപാട് ഫലസ്തീനികൾ. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക, അവരോട് കൂടെ കളി തമാശകൾ പറയുക. കാരണം അവർക്ക് ചില കുട്ടികൾക്ക് ഉമ്മാരില്ല, ഉപ്പാരില്ല, അവരൊറ്റപ്പെട്ടിട്ടുണ്ടാകും. ചില കുട്ടികൾക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല, അവയവങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇവരൊക്കെ സമാധാനിപ്പിക്കാൻ, ഇവരോടൊക്കെ നല്ല വാക്കുകൾ പറയാൻ, ഇവരോടൊക്കെ നല്ല വർത്തമാനങ്ങൾ പറയാൻ ആരുണ്ട്? ഈ ഒരു പണ്ഡിതൻ എപ്പോഴും പോലെ കൂടെ ഉണ്ടാവും കേട്ടോ. ആ ക്യാമ്പുകളിലൊക്കെ ഈ മഹാൻ ഇങ്ങനെ നടക്കും, ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കും. വയസ്സായ ആൾക്കാരൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയും. അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ സ്വയം മറന്നിട്ട് അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. എന്താലേ! പക്ഷെ അദ്ദേഹത്തിനെ പോലും വെറുതെ വിട്ടില്ല. ആ ഒരു പാവം ഇന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും അദ്ദേഹം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഈ പെരുന്നാളിന് അവരില്ല. പക്ഷെ നമ്മളെ കൂടെയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. നല്ല സന്തോഷത്തോടെ പെരുന്നാളൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചിട്ട് സന്തോഷത്തോടെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ സന്തോഷിക്കുന്നു പെരുന്നാളിന് അല്ലേ? പക്ഷെ അവരാലോചിച്ച് നോക്കി, കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, കണ്ണില്ലാത്തവര്. എന്താലേ! പടച്ചോൻ ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടും ക്ഷമിച്ചും സഹിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ വെച്ചാൽ ലോകത്ത് തന്നെ ഫലസ്തീനികളെ പേര് ആദ്യം പറയണം. ഇത്ര കൊല്ലായി അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, ഇങ്ങനെ വേദനിപ്പിക്കുന്നു. പക്ഷെ അവർ തോറ്റു കൊടുത്തില്ല. സ്വന്തം ജനിച്ച നാടും വീടൊക്കെ വിട്ടുകൊടുത്തിട്ട് അവർക്ക് പോകാം.
പക്ഷെ അവരെ സ്വന്തം ജനിച്ച് വളർന്ന നാടുകൾ വിട്ടുകൊടുത്തിട്ടില്ല അവര്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വീടും പറമ്പും നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മളോട് ഒഴിവാക്കി പോകാൻ പറഞ്ഞാൽ നമ്മൾ പോവോ? ആ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമ്മളൊക്കെ മനസ്സുകൊണ്ട് ദ്വാരിക്കണം അവർക്ക് വേണ്ടിയിട്ട്. ഈ പെരുന്നാളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരില്ല റബ്ബേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ മനുഷ്യന് ഖലീൽ ബിൻ ഉബഹാന്റെ ബാങ്ക് വിളിയുണ്ട്. ആ ഒഴിഞ്ഞ സ്ഥലത്ത് മൈക്കൊന്നും ഇല്ലാതെ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കും അദ്ദേഹം. അത് കേട്ട് അവരൊക്കെ ഏറ്റ് ബാങ്ക് വിളിക്കും. അല്ലാത്തൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരിച്ച സമയത്തുള്ള ആ ഒരു മുഖം ചിരിച്ചോണ്ട് കിടക്കാൻ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ ഉറക്കെ തക്ബീർ വിളിക്കുന്നുണ്ട്, ഉറക്കെ അള്ളാനെ വിളിക്കുന്നുണ്ട്. ആ മനുഷ്യൻ അപ്പോഴും പുഞ്ചിരിച്ച് കിടക്കുക. അതങ്ങനെയാണ്. പഠിച്ചോൻ ഇഷ്ടപ്പെട്ട ആളുകളെ പഠിച്ചോൻ പെട്ടെന്ന് വിളിക്കും. പക്ഷെ പഠിച്ചോൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ള സന്തോഷം കൊണ്ട് അവർ ചിരി. അള്ളാഹു ലോകത്ത് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നല്ല മോചനം കൊടുക്കട്ടെ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും കാക്കുമാറാവട്ടെ. അള്ളാഹു പലസ്തീനിൽ നല്ലൊരു മോചനം എത്രയും പെട്ടെന്ന് കൊടുക്കട്ടെ. അവർക്ക് നല്ല ഹൈറായൊരു മാർഗം തുറന്നു കൊടുക്കട്ടെ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം.